ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവറാണ്. ട്യൂലിപ്സ് ഉണ്ടാക്കാൻ തന്നെ വിചാരിച്ചു. പിന്നെ കുറച്ച് കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ട്യൂലിപ്സ് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചിട്ട്. ആക്ച്വലി ഈ ഒരു ഫ്ലവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുവരെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, എന്നാലും കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലേ. ഞാൻ ക്രേപ്പ് പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്രേപ്പ് പേപ്പർ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഈ ഒരു സെറ്റിന് തന്നെ എനിക്ക് 89 റുപ്പീസ് അങ്ങാണ്ട് ആയിട്ടുള്ളൂ. ഞാൻ റെഡും പിന്നെ ഒരു യെല്ലോ ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു കളറാണ്, അത് രണ്ട് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ആദ്യം റെഡ് എടുക്കുക, എന്നിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്യുക. നമ്മളൊരു 11 സെൻറ്റിമീറ്റർ ലെങ്ത്തും 4 സെൻറ്റിമീറ്റർ വിടുത്തുമാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാ പെറ്റൽസും കറക്റ്റ് ഒരേ മെഷർമെൻറ്റിലൊന്നുമല്ല. ചിലത് ഞാനൊരു 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 8 സെൻറ്റിമീറ്റർ ലെങ്ത്ത്, പിന്നെ വിടുത്തൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ലെങ്ത്തിൻ്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ചില ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസൊക്കെ കുറച്ച് ലെങ്ത്ത് കുറഞ്ഞോട്ടെ, ചെറുതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ക്രേപ്പ് പേപ്പറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ് വരുന്നത്, ഈ പെറ്റൽസ് ഉണ്ടാക്കുക എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഒരുപാട് അറ്റംപ്റ്റ് ഞാൻ ചെയ്തിട്ട് ഒരു 4-ാമത്തെ 5-ാമത്തെ പെറ്റൽസാണ് എനിക്ക് ശരിയായി കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ ചെയ്തതൊക്കെ കട്ട ഫ്ലോപ്പായിരുന്നു. ഞാൻ വരുത്തിയ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഈ ക്രേപ്പ് പേപ്പർ യൂസ് ചെയ്ത് ഇതുപോലെ താഴെ ഒന്ന് ചുറ്റി കൊടുത്ത് മടക്കി വെക്കൂല. അപ്പം അങ്ങനെ ഒരുപാട് മടക്കി കൊടുത്താൽ ക്രേപ്പ് പേപ്പർ ആയതുകൊണ്ട് തന്നെ അത് കീറാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ കുഞ്ഞു ഞൊറി പോലുള്ള ആ ഒരു സംഭവം എടുക്കുന്നുണ്ടല്ലോ ഇതുപോലെ. അപ്പം ഇത് എടുക്കുന്ന സമയത്ത് വളരെ തിന്നായിട്ട്, അതായത് അധികം ഒന്നും ഗ്യാപ്പില്ലാത്ത രീതിയിൽ ചെറുതായിട്ട് എടുക്കുക. അങ്ങനെ എടുത്താലേ നമുക്ക് വിചാരിച്ച രീതിയിൽ അത് പ്രോപ്പറായിട്ട് തന്നെ കിട്ടുള്ളൂ. ഇതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആ പിരിച്ചു വെച്ചതിൻ്റെ താഴെ, അതായത് ഉള്ളിലൊന്ന് ഗം ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ശരിയായില്ല എന്ന് വിചാരിച്ചിട്ട് ആരും സ്റ്റോപ്പ് ചെയ്ത് പോകുകയൊന്നും വേണ്ട. അത് പിന്നെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്തായാലും അത് ചെയ്യാൻ പറ്റും. കുറച്ചൊക്കെ മിസ്റ്റേക്ക് വേണം, എന്നാലേ നമുക്കത് ക്ലിയർ ആക്കി ചെയ്തു പോകാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ പെറ്റൽസൊക്കെ ഞാൻ സെറ്റാക്കി വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 2 സൈഡിലും ഒന്ന് ഗം ചെയ്ത് സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതവിടെ സെറ്റായി നിന്നോളും. ഇതുപോലെ തന്നെ ഒരുപാട് പെറ്റൽസ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾക്കിപ്പോൾ ഒരു 1K സബ്സ്ക്രൈബേഴ്സൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്കൊരു 1K ഒക്കെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവർ ഏതാണെന്നും കൂടെ കമൻറ്റ് ചെയ്യണേ. ഈ ഒരു പെറ്റൽസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഒന്നുമില്ല, നമ്മൾ ആ ഒരു സൈഡിൽ 2 ഇതുപോലെ ചെറിയൊരു ഞൊറി ഇട്ട് പോലെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ആ ട്വിസ്റ്റ് ചെയ്ത ഭാഗം അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് അവിടെ ഒന്ന് ഗം ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ 2 സൈഡും ഒന്ന് ചെയ്തെടുത്താൽ മതി. അങ്ങനെ റെഡ് പെറ്റൽസ് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഒരു ലൈറ്റ് യെല്ലോ, ഇത് ഏത് കളറ്, ഓക്കെ ഏതായാലും ഇത് വെച്ചിട്ട് നമ്മൾ അടുത്ത പെറ്റൽസും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതും ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്, പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് വെച്ചിട്ടും പിന്നെ പെറ്റൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിൽ എന്തെങ്കിലും പൊട്ടത്തിരക്ക് ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ക്ഷമിക്കുക. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നുള്ളൂ, പിന്നെ നിങ്ങൾക്കത് കേട്ട് ശീലമായിക്കോളും. അപ്പോൾ എന്തായാലും ട്യൂലിപ്സൊക്കെ നമ്മൾ ഒരുവിധം റെഡിയാക്കി വരുന്നുണ്ട്. വിഷു കഴിഞ്ഞിട്ടും വിഷുവിൻ്റെ ആ ഒരു ഹാങ് ഓവർ ഇതുവരെ ഇവിടെ ആർക്കും മാറിയിട്ടില്ല. അതുകൊണ്ട് സൈഡിൽ നിന്ന് ഇടയ്ക്ക് പടക്കം പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കും. പിന്നെ ഗൈസ്, എനിക്കിവിടെ ഭീഷണിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരാളുടെ പേര് വീഡിയോയിൽ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നൊക്കെയാണ് പറയുന്നത്. റിയ മുജീബ് എന്നാണ് ആളുടെ പേര്. അപ്പോൾ എന്തൊക്കെയുണ്ട് റിയ, സുഖമല്ലേ? എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോക്കും റിയ എന്തെങ്കിലും കമൻറ്റ് ഇടും. ഞാൻ എപ്പോഴും നോട്ട് ചെയ്യുന്ന ആളാണ്. പേര് പറയാൻ മറന്നു പോകുന്നടാ. വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ച് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും അതങ്ങ് വിട്ടു പോകുന്നത്. അപ്പം ഏതായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, സെറ്റല്ലേ? അപ്പോൾ നമ്മുടെ ട്യൂലിപ്സ് ഇത് 2-ാമത്തെ ദിവസമാണ് ഞാനിതെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത്. ഫസ്റ്റത്തെ ഡേ ഞാൻ കുറച്ച് ട്യൂലിപ്സിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കി, ആസ് യൂഷ്വൽ കോളായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു 2-3 പ്രാവശ്യം ചെയ്ത് നോക്കി, അതൊക്കെ ഫ്ലോപ്പായിപ്പോയി. പിന്നെ പിറ്റേ ദിവസം ഒന്നും കൂടെ ഫ്രഷ് ആയിട്ടൊന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഒന്ന് റെഡി ആയി വന്നത്. ഈ പെറ്റൽസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലീഫ് ചെയ്യണമല്ലോ. ലീഫ് എങ്ങനെ കട്ട് ചെയ്യുന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്നാലും ഞാൻ പറഞ്ഞുതരാം.
പറഞ്ഞു തരില്ല, കാണിച്ചു തരും. വീഡിയോ കാണാൻ നിങ്ങൾ മനസ്സിലാക്കുക. പറഞ്ഞാൽ അത് വേറെ എന്തെങ്കിലുമൊക്കെ ആകും. അതിലേറെ നല്ലത് നിങ്ങൾ വീഡിയോ കാണുന്നതാണ്. ഈ ക്രീപ്പ് പേപ്പർ കൊണ്ടല്ലാതെ നമുക്ക് നോർമൽ പേപ്പർ യൂസ് ചെയ്തിട്ട് ചെയ്യാന്ന് പറയുന്നത് കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും. ടിഷ്യൂ ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ കുറച്ച് ഹാർഡായിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽ, എന്നാൽ ഒട്ടും ഹാർഡാവാനും പാടില്ല. ആ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്കത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ. അല്ലാതെ നമുക്ക് നോർമൽ പേപ്പർ യൂസ് ചെയ്തിട്ട് വേറെ രീതിയിലും നമുക്ക് ട്യൂലിപ്സൊക്കെ ചെയ്യാൻ പറ്റും. എൻ്റെ ചാനലിൽ ഞാൻ ഫസ്റ്റ് ഇട്ട ഷോർട്സ് തന്നെ ഒരു ട്യൂലിപ്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ കളർ പേപ്പർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ലീഫൊക്കെ കട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ സ്റ്റെമ്മ് വേണമല്ലോ. സ്റ്റെമ്മിനായിട്ട് ഞാൻ ആദ്യം പേപ്പർ ഇങ്ങനെ മടക്കി റോൾ ചെയ്ത് അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ അത് എത്തില്ല, കുറച്ച് മെനക്കേടാണ് അതിന്. അതൊന്നും നടക്കില്ല. പിന്നെ ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡാണല്ലോ നോക്കുക. നമ്മുടെ ഇർക്കിളി കമ്പ് എടുത്തു, അത് ഇതുപോലെ തന്നെ എടുത്തു. പിന്നെ അത് സെൻറ്ററിൽ വെച്ചേക്കുന്നത് എന്താ വെച്ചാൽ സാധാ ന്യൂസ് പേപ്പർ കുറച്ച് ചുരുട്ടി അതൊന്നും അവിടെ വെച്ചിട്ടുള്ളത്. കാരണം നമുക്ക് ആ ഒരു പെറ്റൽസ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഒട്ടിക്കാനായിട്ട് ആ ഒരു കറക്റ്റ് ഷേപ്പിലൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പം അങ്ങനെ അതും കൂടെ വെച്ച് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അതിലുള്ള പെറ്റൽസൊക്കെ ഇതുപോലെ റൗണ്ടിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ചിലതിൽ 3 പെറ്റൽസിൻ്റെ ആവശ്യം മതി. കൂടുതലും 3 പെറ്റൽസ് തന്നെ യൂസ് ചെയ്തുള്ളൂ. ഭയങ്കര ചെറുതായി പോകുമ്പോഴൊക്കെയാണ് നമുക്ക് 4 യൂസ് ചെയ്യാം. ആദ്യം ഞാൻ ഫെവിക്കോളൊക്കെ വെച്ചിട്ട് കഷ്ടപ്പെട്ട് ഒട്ടിക്കാൻ നോക്കി. പിന്നെയാണ് ഓർമ്മ വന്നത് എന്തിനാ ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത്, എൻ്റെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടല്ലോ എന്ന്. ഗ്ലൂ ഗൺ കൊണ്ട് ഒട്ടിച്ചു വന്നപ്പോൾ സംഭവം എന്താ പെട്ടെന്ന് തന്നെ എല്ലാം ഒട്ടിക്കഴിഞ്ഞ് റെഡി ആയി വന്നു. അല്ലെങ്കിൽ ഈ അവസാന നിമിഷത്തേക്ക് എല്ലാതും ഓർമ്മ വരുന്നുണ്ടല്ലോ. ഇത്രയും നേരം ഇതിൻ്റെ ഗ്ലൂ ഗണ്ണിൻ്റെ ഒരു ഓർമ്മ പോലും എനിക്കുണ്ടായിരുന്നില്ല. ആ ഒരു ലാസ്റ്റ് ഇത്രയും കഷ്ടപ്പെട്ട് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൻ്റെയൊക്കെ ഓർമ്മ വന്നത്. ഏതായാലും അത് വെച്ചിട്ടും അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്ത് ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഈ പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ഓല അടങ്ങി നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓല ഒന്ന് അടക്കി നിർത്തുക. ഒന്ന് അവിടെ ഇവിടെയൊക്കെ വെച്ച് അവിടെ ഗമ്മൊക്കെ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് സെറ്റാവും. അങ്ങനെ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ട്യൂലിപ്സിൻ്റെ ആ ഒരു കറക്റ്റ് ലുക്കിലോട്ട് ലാസ്റ്റ് ആകുമ്പോൾ വരും. ഞാൻ ആക്ച്വലി ഫൈനൽ റിസൾട്ട് ഇത്ര അടിപൊളിയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഇതിലും ഞാൻ പറയും. അങ്ങനെ ഇതെല്ലാം അതിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു കമ്പ് ഇർക്കിളിയല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറാണല്ലോ ഉള്ളത്. അപ്പോൾ അതിനെ ഒന്ന് ഗ്രീന് വെച്ചിട്ട് ഞാനൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഗ്രീൻ ടാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. എൻ്റെ കയ്യിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പെയിൻറ്റ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും. അങ്ങനെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ലീഫും കൂടെ അതിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ലീഫെല്ലാം ഒട്ടിച്ച് വന്നപ്പോൾ ടുലിപ്സ് ആയി. ഞാൻ എക്സ്പെക്ട് ചെയ്ത ടുലിപ്സ് എനിക്ക് കിട്ടി ഗൈസ്. അല്ല പിന്നെ നമ്മളതൊക്കെ ചെയ്തിരിക്കും. ടുലിപ്സ് ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വാങ്ങാൻ വിചാരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 89 റുപ്പീസ് കൊടുത്തതുപോലെ ക്രേ പേപ്പർ വാങ്ങി നമുക്ക് തന്നെ ഉണ്ടാക്കും. നമുക്കുണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ടൊക്കെ. റെഡും പിന്നെ ആ യെല്ലോയും എന്ത് കളറാണത്, ഏതായാലും അതും നല്ല ഭംഗി ഉണ്ടായിരുന്നു ചെയ്തു വന്നപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ക്രാഫ്റ്റ് വീഡിയോസായിട്ട് നമുക്ക് ഇനിയും വരാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ സജഷൻസോ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അതൊക്കെ സെറ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.